ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ക്രിയേറ്റീവ് സ്മാർട്ട് മോംസ്. അപ്പോൾ ഞാൻ എല്ലാവരെയും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ മുന്നാടെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് തേർഡ് പാർട്ടാണ്. മുന്നാടെ ഫസ്റ്റ് പാർട്ട്, അതായത് ഗ്രൂം ഷവറും മൈലാഞ്ചി ഈവനിങ്ങിൻ്റെ വീഡിയോസും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇനി മാരേജ് ഫംഗ്ഷനും റിസപ്ഷനുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മാറഞ്ചേരിയിലെ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ മുന്നാടെ വീട്ടിലേക്ക് രാവിലെ പോയില്ല, നേരെ മാറഞ്ചേരിയിലേക്കായിരുന്നു പോയത്. ട്രാവലിംഗ് വീഡിയോസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആഡ് ചെയ്ത് വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. നമ്മുടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിക്കാഹിന് വേണ്ടിയിട്ട് പയ്യനെ സ്റ്റേജിലേക്ക് പാട്ടൊക്കെ പാടി കയറ്റിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോസിലേക്ക് പോകാം. ഇനി സ്റ്റേജിൽ സാധാരണ കണ്ടുവരാറുള്ള പരിപാടികളൊക്കെ തന്നെയാണ് നടക്കുന്നത്. മാലിടൽ, താലികെട്ടൽ, അതുപോലെ കേക്ക് മുറിച്ച് മധുരം രണ്ടുപേരും എല്ലാവർക്കും കൊടുക്കൽ, അതൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. വീഡിയോസ് കണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു, ആരാണ് മുന്ന, എന്താണ് മുന്നാനായിട്ട് റിലേഷൻ, മുന്നാടെ ശരിക്കും പേര് മുന്നാന്ന് തന്നെയാണോ, ഇതൊക്കെ ചോദിച്ചിരുന്നു. കുറേ പേര് കമൻ്റായിട്ടൊക്കെ ചോദിച്ചിരുന്നു. മുന്ന ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്. മുന്നാടെ ശരിക്കും പേര് മുന്നാന്നല്ല, ഷുഹൈബ് എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നതാണ് മുന്നാന്ന്. നമ്മുടെ ഫാമിലിയായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാനും ഷെയർ ചെയ്യാനൊക്കെ കാരണം. ഇവരെ വീട് നാട്ടികയാണ്. ഞാനത് ഫസ്റ്റ് വീഡിയോസിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജിമത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ മുന്നയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അന്ന് രാത്രി മുന്നയും വൈഫും അവിടെയാണ് സ്റ്റേ ഉള്ളത്. അപ്പോൾ രാത്രി കുറച്ച് കലാപരിപാടികളൊക്കെ വീട്ടിൽ ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തോളം നല്ല പടക്കം പൊട്ടിക്കലും സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അതെനിക്ക് മിസ്സായി പോയതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് എൻ്റെ അടുത്തില്ല. അപ്പൊ കൊല്ലത്തിന് ക്ലാസ് കട്ട് ചെയ്തിട്ട്
You can serve it. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവരാണ് ഫുഡ് വിളമ്പി കൊടുത്തത്. അതായിരുന്നു റാഗിങ് സെക്ഷൻ്റെ ഒരു ഭാഗം. ഇന്ന് ഒരു ഫുഡ് വിളമ്പി പഠിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ചോറിന് വെയിറ്റ് ചെയ്യുന്നത് ശ്രദ്ധയ്ക്ക് എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കണം എന്ന് വിധമായി അഭ്യർത്ഥിക്കുന്നു. തിക്കും തിരക്കും ഉണ്ടാക്കരുത്, തിക്കും തിരക്കും ഉണ്ടാക്കരുത്. അവർക്ക് സമയം കൊടുക്കുക, അവർക്ക് സമയം കൊടുക്കുക. അപ്പം ഇന്ന് റിസപ്ഷനാണ്. അപ്പം റിസപ്ഷൻ്റെ വീഡിയോസിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുക്കുന്ന സമയത്ത് താഴെ പാട്ടും അതിനനുസരിച്ചുള്ള നൃത്ത പരിപാടികളൊക്കെയാണ്. Come on.
അപ്പോൾ സ്റ്റേജിലെ കലാപരിപാടികളും താഴത്തെ നൃത്ത പരിപാടികളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. മാഷാ അല്ലാ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന പരിപാടി വേഗം തീർക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ഉണ്ട്. ഇന്ന് മുന്നേയും നെഹലയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻഡ് ഓഫ് ഉണ്ടല്ലോ, അത് തകർക്കാൻ വേണ്ടി എല്ലാവരും എനർജിയൊക്കെ സ്വരൂപിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആവുകയാണ് മുന്നാനെ യാത്ര അയക്കാനായിട്ട്. ഒരു കാര്യം എടുത്ത് പറയണം, നമ്മുടെ ഈ കാണുന്ന വീഡിയോയിലുള്ള ഒരുവിധം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. ഒത്തിരി പേര് പറഞ്ഞു ചാനൽ കാണാറുണ്ടെന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും. ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അതിനൊക്കെ വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ മുന്നേ പതുക്കെ യാത്രയൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ വെറുതെ യാത്ര പറഞ്ഞ് അങ്ങ് പോയാൽ പോരല്ലോ എന്നാണ് ചുറ്റുള്ള കസിൻസിൻ്റെ തീരുമാനം. അപ്പം നമുക്കതൊന്ന് കാണാം. അങ്ങനെ മുന്നേ യാത്ര പറഞ്ഞ് പുതിയ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. എല്ലാവരുടെയും വിഷസ് ഉണ്ടാവണം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.